Welcome to Echoes of the Word. Join us to reflect on God's love, Christian teachings, and the lives of the saints. ക്രിസ്തുവിലുള്ള സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾ ഇതുവരെ എടുത്തിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള തീരുമാനം എന്താണ്? ഇന്ന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള തിരഞ്ഞെടുപ്പുകളിൽ ഒന്നിലേക്ക് യേശു നമ്മെ അഭിമുഖീകരിക്കുന്നു. അദ്ദേഹം പറയുന്നു, എന്റെ അടുക്കൽ വരുന്ന ഒരാൾ പിതാവിനെയും അമ്മയെയും ഭാര്യയെയും കുട്ടികളെയും ജീവനെയും പോലും വെറുക്കുന്നില്ലെങ്കിൽ അയാൾക്ക് എന്റെ ശിഷ്യനാകാൻ കഴിയില്ല. ശക്തമായ വാക്കുകൾ, ഞെട്ടിക്കുന്ന വാക്കുകൾ. എന്നാൽ യേശു നമ്മെ വെറുക്കാൻ വിളിക്കുന്നില്ല. എല്ലാറ്റിനുമുപരി അവനെ സ്നേഹിക്കാൻ അവൻ നമ്മെ വിളിക്കുന്നു. ക്രിസ്തുവിനോടുള്ള നമ്മുടെ വിശ്വസ്തത ഒന്നാമതായിരിക്കണം, കുടുംബം, ആശ്വാസം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പദ്ധതികൾ എന്നിവയ്ക്കു മുമ്പും. ശിഷ്യത്വം ഒറ്റത്തവണ തീരുമാനമല്ല, അത് ദൈനംദിന കീഴടങ്ങളാണ്. ഒരു ആജീവനാന്ത പ്രതിബദ്ധത. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവത്തെ ഒന്നാമതെത്തിക്കുക എന്നാണ് ഇതിനർത്ഥം. യേശു രണ്ട് ചെറിയ ഉപമകൾ പറയുന്നു. ഒന്ന് ഒരു ഗോപുരം പണിയാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ച്, മറ്റൊന്ന് യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന ഒരു രാജാവിനെക്കുറിച്ച്. പ്രധാനപ്പെട്ട എന്തെങ്കിലും ആരംഭിക്കുന്നതിനു മുമ്പ് നാം ചെലവ് കണക്കാക്കണമെന്ന് രണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലൂക്കോസ് 9:23 നമ്മെ ഓർമ്മിപ്പിക്കുന്നതുപോലെ, യേശുവിനെ അനുഗമിക്കുക എന്നാൽ നമ്മെ തന്നെ ത്യജിക്കുക, നമ്മുടെ കുരിശ് ദിവസവും എടുക്കുക, അവനെ അനുഗമിക്കുക എന്നാണ്. അതിൽ ത്യാഗം, പോരാട്ടം, കഷ്ടപ്പാട് പോലും ഉൾപ്പെടും. എന്നിട്ടും നമ്മുടെ കുരിശ് ഒഴിവാക്കാൻ നമ്മൾ എത്ര തവണ ശ്രമിക്കാറുണ്ട്? മറ്റാരെങ്കിലും അത് നമുക്കായി ചുമക്കുന്നതിനായി നമ്മൾ എത്ര തവണ കാത്തിരിക്കാറുണ്ട്? ഒരുപക്ഷേ എനിക്ക് ആവശ്യത്തിന് പണമോ മതിയായ പദ്ധതികളോ ഉണ്ടെങ്കിൽ കുരിശ് ഭാരം കുറഞ്ഞതായി തോന്നും എന്ന് നമ്മൾ ചിന്തിക്കുന്നു. എന്നാൽ സത്യം ഇതാണ്, നമുക്കോരോരുത്തർക്കും വ്യക്തിപരമായ കുരിശുണ്ട്. മറ്റാർക്കും അത് നമുക്കായി ചുമക്കാൻ കഴിയില്ല. ഒരു നിമിഷം നിർത്തി നിശബ്ദമായി ചിന്തിക്കുക, നിങ്ങൾ ഇപ്പോൾ വഹിക്കുന്ന കുരിശ് എന്താണ്? അത് ജോലിസ്ഥലത്തെ വെല്ലുവിളിയാണോ, ബുദ്ധിമുട്ടുള്ള ബന്ധമാണോ, രോഗമാണോ, ദുഃഖമാണോ, അതോ ആന്തരിക പോരാട്ടമാണോ? എന്തുതന്നെയായാലും അത് തന്നോടൊപ്പം ചുമക്കാൻ യേശു നിങ്ങളെ വിളിക്കുന്നു. ഇതിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന 3 കഥകൾ ഞാൻ പങ്കുവയ്ക്കട്ടെ. ആദ്യം, മന്ത്രവാദ കുടുംബത്തിൽ ജനിച്ച ഒരു യുവതിയായ മിമി. ക്രിസ്തുവിനെ അനുഗമിക്കാൻ അവൾ തീരുമാനിച്ചപ്പോൾ അവൾ നിരസിക്കപ്പെട്ടു, ഉപേക്ഷിക്കപ്പെട്ടു, ഒറ്റപ്പെട്ടു. എന്നിട്ടും അവളുടെ വിശ്വാസം ശക്തമായി. അവളുടെ കുരിശ് യേശുവുമായുള്ള അവളുടെ ആഴത്തിലുള്ള ഐക്യത്തിന്റെ ഉറവിടമായി മാറി. രണ്ടാമത്തേത്, ലാസറിന്റെ ഉപമയിൽ നിന്ന് ധനികന്റെ സഹോദരനെ സങ്കൽപ്പിക്കുക. അവൻ ലാസറിന്റെ കഷ്ടപ്പാടുകൾ കാണുകയും യേശുവിനെ അനുഗമിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. വഴി ദുഷ്കരമാകുമെന്ന് അവനറിയാം. അതിനാൽ അവൻ സിറീനിലെ ശിമോനെ നിയമിക്കുന്നു, യേശുവിനെ തന്റെ കുരിശ് ചുമക്കാൻ സഹായിച്ച അതേ ശിമോൻ. അവർ ഒരുമിച്ച് കാൽവരി പാതയിലൂടെ നടക്കുന്നു, വഴിയിൽ കാരുണ്യപ്രവൃത്തികൾ ക്രമീകരിക്കുന്നു. ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നമ്മൾ നമ്മുടെ സ്വന്തം കുരിശുകൾ വഹിക്കണം, എന്നാൽ മറ്റുള്ളവരെ അവരുടെ കുരിശുകളിൽ സഹായിക്കാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. മൂന്നാമത്, വിശുദ്ധ പത്രോസ്. റോമിൽ നിന്ന് പലായനം ചെയ്ത ശേഷം അവൻ വീണ്ടും തന്റെ കുരിശ് വഹിച്ചുകൊണ്ട് യേശുവിനെ വഴിയിൽ കണ്ടുമുട്ടുന്നു. പത്രോസ് ചോദിക്കുന്നു, ഖോ വാഡിസ്, കർത്താവേ, നീ എവിടേക്കാണ് പോകുന്നത്? യേശു മറുപടി നൽകുന്നു, വീണ്ടും ക്രൂശിക്കപ്പെടാൻ റോമിലേക്ക്. പത്രോസ് മനസ്സിലാക്കുന്നു. അവൻ പിന്തിരിഞ്ഞു, സ്വന്തം കുരിശ് സ്വീകരിച്ച് ക്രിസ്തുവിനുവേണ്ടി തന്റെ ജീവൻ നൽകുന്നു. കുരിശ് കഷ്ടപ്പാടിന്റെ പ്രതീകം മാത്രമല്ല, അത് സ്നേഹത്തിന്റെ രൂപമാണ്. കുരിശ് ചുമക്കുക എന്നാൽ ക്ഷമ ഏറ്റവും ബുദ്ധിമുട്ടുള്ളപ്പോൾ ക്ഷമിക്കുക എന്നാണ്. അസൗകര്യമുണ്ടാകുമ്പോൾ സേവിക്കുക. നിശബ്ദത സുരക്ഷിതമാണെന്ന് തോന്നുമ്പോൾ സത്യം പറയുക. സ്നേഹത്തിന് എല്ലാം ചിലവാകുമ്പോൾ സ്നേഹിക്കുക. നമ്മുടെ സ്വന്തം സമയത്തും ആഹ്വാനം വ്യക്തമാണ്. പാൻഡമിക് സമയത്ത് ഒരു അധ്യാപിക പാഠങ്ങളും സുവിശേഷ കഥകളും തത്സമയം സംപ്രേഷണം ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം മിഡിൽ ഈസ്റ്റിലെ ഒരു അമ്മ അതിൽ ചേർന്നു. ആ ഓൺലൈൻ ഏറ്റുമുട്ടലുകളിലൂടെ അവൾ സ്വന്തം വിശ്വാസയാത്ര ആരംഭിച്ചു. അതാണ് പ്രവൃത്തിയിലുള്ള ശിഷ്യത്വം, അപ്രതീക്ഷിതമായ വഴികളിൽ പോലും. അതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളോട് ചോദിക്കുന്നു, ഇത്തരത്തിലുള്ള ശിഷ്യത്വത്തിന് നമ്മൾ തയ്യാറാണോ? അതോ എളുപ്പവഴി, വിലകുറഞ്ഞ കൃപ, കുരിശുകളില്ലാത്ത ക്രിസ്തുമതം എന്നിവ അന്വേഷിക്കുകയാണോ? സുഹൃത്തുക്കളെ, നമ്മിൽ ആർക്കും കുരിശിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. എന്നാൽ നമ്മൾ അത് സ്വീകരിക്കുമ്പോൾ ക്രിസ്തു തന്നെ നമ്മോടൊപ്പം നടക്കുന്നു. അവൻ നടക്കുന്നിടത്ത് പുനരുത്ഥാനമുണ്ട്, സന്തോഷമുണ്ട്, നിത്യജീവനുണ്ട്. ദൈവത്തിന്റെ വിളിക്ക് മറുപടി നൽകാൻ ഞങ്ങൾ തയ്യാറെടുക്കുമ്പോൾ നിശബ്ദമായി പ്രാർത്ഥിക്കാനും നിങ്ങളുടെ കുരിശ്, നിങ്ങൾ വഹിക്കുന്ന ഭാരം, വെല്ലുവിളി അല്ലെങ്കിൽ ത്യാഗം എന്തുതന്നെയായാലും യേശുവിന് സമർപ്പിക്കാനും അത് വിശ്വസ്തയോടെ വഹിക്കാൻ അവന്റെ കൃപയ്ക്കായി അപേക്ഷിക്കാനും ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു.
പത്രോസിനെ പോലെ നമുക്ക് ഇങ്ങനെ പറയാം, കോ വാഡിസ്, കർത്താവേ, ഞാൻ നിന്നോടൊപ്പം വരും. കർത്താവായ യേശുവേ, ഞങ്ങളുടെ കുരിശുകൾ വിശ്വസ്തയോടെ വഹിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങൾ ദുർബലരായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ധൈര്യവും, ഭയപ്പെടുമ്പോൾ പ്രത്യാശയും, എല്ലാം നഷ്ടമാകുമ്പോൾ സ്നേഹവും നൽകണമേ. കുരിശിലേക്കും നിത്യജീവനിലേക്കും ഞങ്ങൾ നിന്നെ പിന്തുടരുമ്പോൾ ഈ ലോകത്തിൽ നിന്റെ വെളിച്ചമാകാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പോകുന്നതിനു മുമ്പ് ഈ ആഴ്ച നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ലളിതമായ പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിക്കാം. ഒരുപക്ഷേ ഭാരമേറിയ കുരിശ് വഹിക്കുന്ന ഒരാളെ പിന്തുണയ്ക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമുക്ക് പരിക്കേറ്റിടത്ത് ക്ഷമ തിരഞ്ഞെടുക്കുക. നിങ്ങൾ അവനോടൊപ്പം നടക്കുമ്പോൾ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. I would like to travel over the whole earth to preach your name and to plant your glorious cross on infidel soil. But one mission alone would not be enough for me. I would want to preach the gospel in all 5 continents simultaneously, even to the most remote islands.